ഹാജിയാരുടെ വേഷം എത്ര വർഷമാണ് ചെയ്തത് തുടർച്ചയായിട്ട്? ഹാജിയാർ 14-15 വർഷത്തോളം അത് ചെയ്തു. ഹാജിയാരുടെ വേഷം താടിയൊക്കെ വെച്ച് സാഹിബ് താടി, സ്വന്തം താടി മൊട്ടയടിച്ച് സ്വന്തം താടിയും വെച്ചിട്ടാണ് നടക്കുന്നത്. മോള് പോലും അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത് തന്നെ. 15 വർഷം. ഇത് ഉച്ച സമയത്താണ് ഷൂട്ടിങ്, 1 to 4 PM ആണ്. അപ്പം നമുക്ക് വേറെ ഒന്ന് കമ്മിറ്റ് ചെയ്യാൻ പറ്റൂല. 2006 ഏപ്രിൽ മാസമാണ് ഇദ്ദേഹത്തോടൊപ്പം ചേരുന്നത്. 2026 ഏപ്രിലാണ് ഇങ്ങനെ ഒരു സംഭവം. കറക്റ്റ് 20 വർഷം. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ സ്ലാങ് മാറിപ്പോവാൻ പാടില്ല. നമ്മളെ ഈ സ്ലാങ്ങില്ലേ, ശൈലി മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ഫാമിലി അടക്കം വരണം എന്ന് പറഞ്ഞാൽ വൈഫിനെയും കൂട്ടി വന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു അനിൽ ബാനർജി ഇങ്ങനെ പലരെയും പറ്റിച്ചിട്ടുണ്ട്, എഴുത്തുകളൊക്കെ കണ്ടു. അപ്പൊ ഈ വരുത്തുന്ന പറഞ്ഞാൽ ഇങ്ങനെ കുടുംബത്തോടെയാണ് മിക്ക ആൾക്കാരെയും വരുത്തി, എല്ലാരും അങ്ങനെ തന്നെ നിർബന്ധപൂർവ്വം വിളിച്ചു വരുന്ന. കാരണം നമ്മൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, പിന്നെ നിങ്ങൾ ചേട്ടാ നമ്മൾ മറ്റുള്ളവരുടെ ജോലി ഇതാകല്ല. അന്നേരം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പിന്നെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്ക്, എന്നെ കിട്ടുന്നു പോലീസ് പിടിച്ചുകൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞു. നമസ്കാരം. മലയാളത്തിലെ മുൻനിര ചാനലുകളിലൊന്നായ ഏഷ്യാനെറ്റിൽ ഏതാണ്ട് 1/4 നൂറ്റാണ്ടിലധികമായി സംപ്രേഷണം ചെയ്തു വരുന്ന പരിപാടിയാണ് മുൻഷി. ഇത്രയും മനോഹരമായ, ഇത്രയും കുറിക്കുകൊള്ളുന്ന രീതിയിൽ ആക്ഷേപഹാസ്യ പരിപാടി മറ്റ് ചാനലുകളിൽ മലയാളത്തിൽ ലഭ്യമല്ല. മുൻഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം തന്നെ ഇതിൻ്റെ വിഷയവും ആക്ഷേപഹാസ്യവും കുറിക്കുകൊള്ളുന്ന സംഭാഷണ ശകലങ്ങളുമാണ്. എന്നാൽ നിലവിൽ മുൻഷി ഏഷ്യാനെറ്റിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കും. ഓർക്കുക, ഇത് ഏഷ്യാനെറ്റ് സ്വന്തമായി അവതരിപ്പിക്കുന്ന ഒരു പരിപാടി ആയിരുന്നില്ല. അനിൽ ബാനർജി എന്ന സംവിധായകന്റെ പ്രഹ്ലാ വിഷൻ നിർമ്മിച്ച് ഏഷ്യാനെറ്റുമായി കരാറിൽ ഏർപ്പെട്ട് ഏഷ്യാനെറ്റിലൂടെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടിയാണ്. ഈ മുൻഷിക്ക് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഈ തൊഴിൽ സമരത്തെ തുടർന്ന് മുൻഷിയുടെ ഷൂട്ടിംഗ് മുടങ്ങി, മുൻഷി എന്ന പരിപാടി തന്നെ മുടങ്ങി എന്നുള്ള വിവരം അറിയുന്നത്. ഈ മുൻഷിയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന കണ്ണൂർ സ്വദേശിയായ കലാകാരൻ കെ രാജേന്ദ്രൻ ഇന്ന് നമുക്കൊപ്പമുണ്ട്. എന്താണ് മുൻഷിക്ക് സംഭവിച്ചത് എന്ന് രാജേന്ദ്രൻ പറയുന്നു. രാജേന്ദ്രന്റെ തൊഴിൽ നഷ്ടമായി, ജീവിതം വളരെയധികം ദുരിതത്തിലായി, അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീണ്ടു. അങ്ങനെ അദ്ദേഹം വിളപ്പിൽ പോലീസ് സ്റ്റേഷനിൽ മുൻഷിയുടെ പ്രൊഡ്യൂസറും സംവിധായകനും ഒക്കെ ആയിട്ടുള്ള അനിൽ ബാനർജിക്കെതിരെ ഒരു പരാതി നൽകുകയുണ്ടായി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് രാജേന്ദ്രൻ നമ്മളെ ഇന്ന് സമീപിച്ചത്. രാജേന്ദ്രന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. മുൻഷി എന്ന് പറയുന്ന പരിപാടിയിൽ ഹാജിയാരുടെയും ഇപ്പോൾ നിലവിൽ സാഹിബിന്റെയും വേഷം ചെയ്യുന്ന ആളാണ് രാജേന്ദ്രൻ. നമസ്കാരം. നമസ്കാരം. എന്താണ് ഇപ്പോൾ അവിടെയുള്ള നിലവിലുള്ള പ്രശ്നം? എന്താ നിലവിൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ജോലി നഷ്ടപ്പെട്ടു. മാർച്ച് 14-ാം തീയതി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ 2-3 ദിവസം അവിടെ വേറൊരു ആർട്ടിസ്റ്റ് ഒരു സമരം ചെയ്ത് ഒരു തൊഴിലിൻ്റെ പ്രശ്നവുമായിട്ട് അവിടെ ഫ്ലോറിലിരിക്കുകയും അങ്ങനെ അത് ബ്ലോക്ക് ആവുകയും ചെയ്തു. അതിനുശേഷം 14-ാം തീയതിക്ക് ശേഷം പിന്നെ ഇതുവരെ തുറന്നിട്ടില്ല മാത്രമല്ല എന്താണ് സംഭവിക്കുന്നതെന്ന് പിന്നെ എന്നോട് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ കഴിഞ്ഞ മാസം അങ്ങോട്ട് കഴിയുമ്പോഴും പിന്നെ ഇതുവരെ എന്ത് സംഭവിച്ചു, എന്തുകൊണ്ടാണ് പിന്നെ തുറക്കാതെ, എന്താണെന്ന് എന്നോട് വിളിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് ബാനർജി സാറിനെ വിളിക്കാൻ നോക്കി, പക്ഷേ പറ്റിയിട്ടില്ല, കിട്ടുന്നില്ല. ലാൻഡ് ഫോൺ നമ്പറേ ഉള്ളൂ. ആ നമ്പറിൽ വിളിച്ച് കിട്ടുന്നില്ല. നമ്മുടെ അതിൻ്റെ മാനേജർ സജീനെ വിളിച്ചപ്പോൾ സജി പറയുന്നത് തുടങ്ങുമ്പോൾ വിളിക്കാം. ഞാൻ പറഞ്ഞു, സജി അങ്ങനെ പറയാൻ പറ്റില്ല, എപ്പോഴാണ് തുടങ്ങുമെന്ന് പറയാം. ഞാൻ ആകെ ടെൻഷനില്ല. എനിക്കാണെങ്കിൽ കഴിഞ്ഞ ഏപ്രിൽ 29-ന് അറ്റാക്ക് വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലായത്, മെഡിക്കൽ കോളേജിൽ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതാണ്. അപ്പോൾ എനിക്ക് പിന്നെ ജീവിത പ്രശ്നവും ഉണ്ട്, ഒരുപാട് ബാധ്യതകളുണ്ട്, പിന്നെ മരുന്നിന് തന്നെ നല്ല ചിലവ് വരും. ഇതിപ്പം കഴിഞ്ഞ മാസം വരെ പിന്നെ ശമ്പളം ഇല്ലാത്തൊരവസ്ഥയാണ്. ഇത് എന്താണെന്നുള്ള ഒരു അരക്ഷിതാവസ്ഥയിലാണ് ഞാൻ. ഒന്നും ചെയ്യാൻ ലാസ്റ്റിൽ എൻ്റെ കയ്യിൽ ഈ ഒരു മാർഗ്ഗമേ ഉണ്ടായിരുന്നുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ, നമ്മളെ വെളുപ്പിൽ പഞ്ചായത്തിലെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക. അവിടെ അറിയിച്ചു. അദ്ദേഹം വന്നിട്ട് പിന്നെ അദ്ദേഹവുമായിട്ടുള്ള ഇതിൽ ഒരു കോംപ്രമൈസിന് തയ്യാറായില്ല. അവിടുത്തെ പോലീസ് പറഞ്ഞു, നിങ്ങൾ ഇതിന് കൂടുമെന്ന് പറഞ്ഞു, തൊഴിൽ വകുപ്പിനെ സമീപിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ പരിപാടി, എന്താ ഇപ്പം വേറെ എന്തെങ്കിലും പറയാണ്ടോ ചോദിച്ചു. ഇല്ല, പിന്നെ അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിലുള്ള ഞാൻ ടോട്ടലി മാനസികമായും ശാരീരികമായിട്ടും എനിക്ക് വല്ലാത്തൊരവസ്ഥയാണ്. അത്
ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ അപേക്ഷ കൊടുത്തിട്ടുള്ളത്. ഈ തൊഴിൽ വകുപ്പിന് നിങ്ങളിപ്പോ പരാതി കൊടുത്തു. നിലവിൽ കമ്പനിയായിട്ടാണോ ഇത് പ്രവർത്തിച്ചിരുന്നത്? കമ്പനി അദ്ദേഹത്തിന്റെ പ്രഹ്ലാവിഷൻ എന്നുള്ള രീതിയിലാണ് എനിക്ക് അതിനെ പറ്റിയിട്ട് കമ്പനിയായിരിക്കും. നിങ്ങൾക്ക് ഈ സാലറിക്കൊപ്പം മറ്റു ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്? ഒരു ആനുകൂല്യവും ഇല്ല, വേറെ ഒരു ആനുകൂല്യവും ഇല്ല. സാലറി കൃത്യമായിരുന്നു. സാലറി എടുത്ത ജോലിക്കുള്ള സംഭവം നമുക്ക് പണ്ട് 15 വർഷം കൃത്യമായ സാലറി തന്നു. ഇപ്പോഴും അത് ജോലിക്കുള്ള കൂലി തരുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ തൊഴിൽ വകുപ്പിനെ സമീപിച്ചിരിക്കുന്നത് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു. നഷ്ടപരിഹാരം, ഗ്രാറ്റുവിറ്റി. എനിക്ക് ഇത്രയും കാലം ഞാൻ ഒരു ഇതില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയിലല്ലേ. ഇതിൻ്റെ അങ്ങോട്ട് എനിക്ക് പെട്ടെന്ന് വേറെ എന്തെങ്കിലും നമുക്ക് ഈ 15 വർഷം താടി വെച്ചിട്ടായിരുന്നല്ലോ ഞാൻ. അതുകൊണ്ട് എനിക്ക് മറ്റു മീഡിയ ആയിട്ടോ ഒന്നുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, ആരുമായിട്ടും കണക്ഷൻ ഇല്ല. അതുകൊണ്ട് ആരോടും എനിക്ക് ചോദിക്കാനും പറ്റില്ല. ഇപ്പോൾ ആയിട്ടും നമ്മൾ വീട്ടിൽ തന്നെയാണ്, എല്ലാ ദിവസവും വീട്ടിൽ തന്നെ. ഇതിനു വേണ്ടി മാത്രം ഉച്ച സമയത്താണ് ഷൂട്ടിങ്, 1 to 4 PM ആണ്. അപ്പം നമുക്ക് വേറെ ഒന്ന് കമ്മിറ്റ് ചെയ്യാൻ പറ്റൂല. വേറെ ഒന്നിനോട് എല്ലാ ദിവസവും ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും ഇതിനകത്ത് എത്രത്തോളം തൊഴിലാളികളുണ്ട്? ആർട്ടിസ്റ്റുകൾ അടക്കം എത്ര പേര് ഉണ്ടായിരുന്നു? ഇപ്പം ഒട്ടാകാലോ 15 പേര്, 10-15 പേരിലധികം ഉണ്ട് എന്നാണ്. ക്യാമറാമാനും മേക്കപ്പ് ആർട്ടിസ്റ്റും ഇവരെല്ലാം ഉണ്ടായിരുന്നു. 10-15ലധികം ആൾക്കാരുണ്ടായിരുന്നതാണ്. താങ്കൾ ഇത് ഏത് വർഷമാണ്? ഞാൻ 2006-ലാണ് ഇദ്ദേഹത്തൊപ്പം ചേരുന്നത്. 2006 ഏപ്രിൽ മാസമാണ് ഇദ്ദേഹത്തോടൊപ്പം ചേരുന്നത്. 2026 ഏപ്രിലാണ് ഇങ്ങനെ ഒരു സംഭവം. കറക്റ്റ് 20 വർഷം ഉണ്ടായി. അപ്പൊ ഈ മുൻഷിയിൽ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു? ഞാൻ നാട്ടിലെ പ്രൊഫഷണൽ ഡ്രാമ ആർട്ടിസ്റ്റാണ്, സംവിധായകനാണ്. പിന്നെ മെച്ചർ നാടകങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ കമേഴ്സ്യൽ ആർട്ടിസ്റ്റാണ് ഞാൻ. KGC ഡ്രോയിങ് എല്ലാം കഴിഞ്ഞ ഒരാളാണ് ഞാൻ. അവിടെ സ്വന്തമായിട്ട് ചായം പരസ്യകല എന്നൊരു സ്ഥാപനം നടത്തിയ ആളാണ്. അന്നേരം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം എനിക്ക് ഇൻഷുറൻസിൻ്റെ ചെറിയൊരു പണിയുണ്ട്, അതെല്ലാം ബ്ലോക്കായി. ആ റൂമും കൊടുക്കേണ്ടി വന്നു. അങ്ങനെ വൈഫിനും കൂടെ വരണമെന്ന് പറഞ്ഞു, നിർബന്ധമായിട്ടും കൂട്ടി വരണം. എന്ന് വെച്ചാൽ വൈഫ് അന്നേരം 5 മാസം ഗർഭിണിയാണ്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ സ്ലാങ് മാറിപ്പോകാൻ പാടില്ല. നമ്മളെ ഈ സ്ലാങ്ങില്ലേ, ശൈലി മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ഫാമിലി അടക്കം വരണമെന്ന് പറഞ്ഞാൽ വൈഫിനെയും കൂട്ടി വന്നത്. ഈ താമസ സൗകര്യം താമസ സൗകര്യം ഒന്നുമില്ല. ആദ്യം ചെറിയൊരു വാടക തന്നു, പിന്നീട് അങ്ങോട്ട് എല്ലാ വാടകയും ഞാൻ വീട് മാറി പല വീട്ടിലും മാറി എനിക്ക് പറ്റുന്നില്ല അതിനെ കൊണ്ട്. അങ്ങനെയാണ് ഞാൻ ചെറിയൊരു വീട് അവിടെ 3 സെന്റ് സ്ഥലം വാങ്ങി ചെറിയൊരു വീട് വെച്ചത്. അല്ല, പേയാട് വെള്ളപ്പിൽ പഞ്ചായത്ത് തന്നെ. അതിന്റെ ബാധ്യത ഇപ്പം തീർന്നിട്ടില്ല. മക്കൾ എത്ര പേരുണ്ട്? മക്കൾ 2 പേര്. അവരെന്ത് ചെയ്യാണ്? മോൻ ബാംഗ്ലൂരിൽ ഒരു ചെറിയൊരു ജോലി ചെയ്യുന്നുണ്ട്. മോള് ബാംഗ്ലൂരിൽ പഠിക്കുന്നുണ്ട്, BCA പഠിക്കുമെന്ന്. മോൻ്റെ അടുക്കാണ്, ഓനാണ് അത് മോളെ ഇതാക്കുന്നത്. അവിടെ അവൻ്റെ റൂമിലാണ് നിർത്തി ഇതാക്കുന്നത്. ഓനും അത്ര വലിയ ശമ്പളമൊന്നുമില്ല, ചെറിയൊരു ഓന് NTTF കഴിഞ്ഞിട്ട് അവിടെ കിട്ടിയ അവരുടെ കമ്പനി കിട്ടിയ സംഭവമാണ്. ഈ പെട്ടെന്ന് ഈ കമ്പനി നിർത്താനുള്ള കാരണം എന്താ? ഒരു സമരത്തിന്റെ പേരിൽ മാത്രമാണോ ഇത് നിർത്തിയത്? ആ സമരത്തിന്റെ പേരിൽ മാത്രം, വേറെ ഒരു കാരണമൊന്നും ഞാൻ കാണുന്നില്ല. ഒരു ആർട്ടിസ്റ്റ് അല്ലേ അവിടെ സമരം? ആർട്ടിസ്റ്റ് സമരം ചെയ്തു. ആ സമരം ചെയ്തിട്ട് അങ്ങനെ പോയതിന് ശേഷം അദ്ദേഹം ലാസ്റ്റ് നമ്മൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ ചേട്ടാ നമ്മുടെ മറ്റുള്ളവരുടെ ജോലി ഇതാകല്ലാന്ന്. അന്നേരം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്ക്, എന്നെ കിട്ടുന്നു പോലീസ് പിടിച്ചുകൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞു. ശരി. ബാലൻസ് സാറെല്ലാം സംസാരിച്ചു. അല്ല, അയാൾ എന്താണ് സമരം ചെയ്യാൻ കാരണം? ശമ്പളം കൂടുതൽ വേണം? അദ്ദേഹത്തിന്റെ ശമ്പളം കൂടുതൽ വേണം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ചെറിയൊരു ഹരാസ്മെന്റ് എല്ലാം ഉണ്ടായിരുന്നു. അത് ഞാൻ പറയുന്നതിൽ എനിക്ക് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് അറിയാം സംഭവം. അത് കുറച്ചു കാലം അങ്ങനെയായിരുന്നു അവിടുത്തെ അവസ്ഥ. ഹരാസ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ട് ഒന്നുകിൽ മാന്യമായി നിർത്തുക അല്ലെങ്കിൽ പിരിച്ചുവിടുക എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം സമരം ചെയ്തത്. ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുക കാര്യങ്ങൾ പറയുമ്പം പ്രഷർ പറയുന്നത് എനിക്ക് രാജേന്ദ്രൻ മെന്റൽ ഡിപ്രഷനാണെന്ന് പറയും. എനിക്ക് രാജേന്ദ്രൻ മെന്റൽ ഡിപ്രഷനാണെന്ന്, രാജേന്ദ്രൻ ഡോക്ടറെ കാണിക്കണമെന്ന് പറയും ചില സമയത്ത്. പലപ്പോഴും പറഞ്ഞു കൊടുക്കുക. അത് എനിക്ക് വല്ലാത്തൊരു ഫീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഓരോ അദ്ദേഹത്തിന്റെ ഒരു രീതി സംഭവം അങ്ങനെ. ലാസ്റ്റ് ഘട്ടത്തിലെല്ലാം ഒരു പ്രശ്നമുണ്ട്. അത് ഓരോ ക്യാമറ വെച്ചിട്ടാണ് എല്ലാ സംഭവം. ഒരു മൊബൈൽ ക്യാമറയുണ്ടാവും ഈ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത്. അപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ മൊബൈൽ ക്യാമറ വെക്കും, എഡിറ്റ് ചെയ്യുമ്പോൾ മുമ്പിൽ മൊബൈൽ ക്യാമറ വെക്കും, പിന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ സൈഡിലാണ് എവിടെയും വെക്കും. അങ്ങനെ വെച്ചിട്ടെല്ലാം സംഭവം. മറ്റേ ആർട്ടിസ്റ്റുമായിട്ടുള്ള ചില സാങ്കേതിക പ്രശ്നമാണ് മൊത്തത്തിൽ.
അപ്പൊ ഈ നമ്മളിപ്പോ പോലീസിൽ പരാതി കൊടുത്തു, അത് കഴിഞ്ഞ് അവർ തൊഴിൽ വകുപ്പിന് പോകാൻ പറഞ്ഞു. നമ്മൾ തൊഴിൽ വകുപ്പിൽ പരാതി കൊടുത്തിട്ട് എന്തെങ്കിലും കൊടുത്തതേ ഉള്ളൂ. കൊടുത്തതേ ഉള്ളൂ. അവിടുന്ന് അവരെന്ത് പറഞ്ഞു? തൊഴിൽ വകുപ്പിൽ നമ്മൾ പരാതി കൊടുത്തപ്പോൾ അവരെന്താ പറയുന്നത്? പരാതി അവർ പറഞ്ഞു ഇപ്പൊ നിങ്ങളെ വിളിപ്പിക്കും, ചർച്ചയുണ്ടാവും, ചർച്ചയ്ക്ക് ശേഷം അത് പിന്നെ അവരെയും വിളിക്കും, നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഗ്രാറ്റുവിറ്റീൻ്റെ ഞാൻ സംഭവം കൊടുത്തതിൻ്റെ ഇതുണ്ടല്ലോ, അവരുടെ ആപ്ലിക്കേഷൻ കൊടുത്തതിൻ്റെ അതും കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ദിവസം ഞാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല. ഈ അനിൽ ബാനർജിയുടെ നിലപാട് എന്താ ഈ കാര്യത്തിൽ? അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹം ഒന്നും പറയുന്നില്ല. തുടരുമെന്നാണോ? ഒന്നും പറയുന്നില്ല. അല്ല, സ്റ്റേഷനിൽ വന്നപ്പോ എന്താ പറയുന്നത്? ഇപ്പോൾ അതിനുള്ള ഇതില്ല, സാധ്യതയില്ല എന്നാണ് പറഞ്ഞത്. സംഗതിയില്ല. അത് ഏഷ്യാനെറ്റ് ആയിട്ട് നിർത്തിയതാണോ അതോ അതൊന്നും ഏഷ്യാനെറ്റുമായിട്ട് ഒന്നും അറിയില്ല. നിങ്ങൾക്ക് യാതൊരു ബന്ധവും നമുക്ക് തമ്മിലില്ല. ഇല്ല. അപ്പൊ നിങ്ങളിപ്പോ ഈ വേഷം ചെയ്യുന്ന ഇടയ്ക്ക് നിങ്ങളെ തേടി മറ്റു വേഷങ്ങൾ വന്നിട്ടുണ്ടോ? പല വേഷവും വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ വേഷം ചെയ്യാൻ അന്നേരം താടി വെച്ച സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റൂലല്ലോ. ഒരു കാരണവശാലും മറ്റൊരു റോള് ചെയ്യാൻ പറ്റൂല. പിന്നെ മറ്റു സമയത്തും വന്നപ്പോൾ തന്നെ നമ്മൾ ഇതേ സ്ക്രീനിൽ ചില ആൾക്കാർ ചിലപ്പോൾ മുസ്ലിം ക്യാരക്ടറായിരിക്കും നമ്മളെ തേടി വരിക. പക്ഷെ എന്നാൽ പോലും നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ അങ്ങനെയല്ല, കമ്മിറ്റ് ചെയ്താൽ എനിക്ക് ഇവിടുത്തെ ഇതായി പോകും. നമ്മൾ ഒരു ചെയ്യുന്ന വർക്ക് ഉണ്ടല്ലോ, അത് ഇതായി പോകും. നിങ്ങളപ്പോ ഈ കണ്ണൂർ സ്ലാങ് ആണ് ചെയ്യുന്നത്. ഇത് കണ്ണൂരിന്റെ ഒരു പശ്ചാത്തലത്തിലാണോ ഈ സംഭവം? അല്ല, കണ്ണൂരിന്റെ പശ്ചാത്തലമൊന്നുമല്ല. ഓരോ കേരളത്തിലെ ഒരു വ്യത്യസ്തമായ ഓരോ ക്യാരക്ടറിനും ഓരോ മുസ്ലിമിനെ മുസ്ലിമും UDF മുസ്ലിം, പിന്നെ മുസ്ലിം ലീഗ്, അങ്ങനെയുള്ള ഒരു സെക്ഷൻ അങ്ങനെ വരുന്നത്. അപ്പൊ ഒരു ദിവസം ഒരു എപ്പിസോഡാണോ ഷൂട്ട്? ഒരു ദിവസം ഒരു എപ്പിസോഡ്, അത്രേ ഉള്ളൂ. ആ എപ്പിസോഡ് അടുത്ത ദിവസത്തേക്കുള്ളതായിരിക്കും അല്ലേ? അല്ല, ആ ദിവസം വൈകുന്നേരം 5 മണിക്ക് 5:55 ഫസ്റ്റ് റിലീസ് ആവും. ഓക്കെ. അപ്പൊ ഇത് എവിടെ സ്റ്റുഡിയോ? സ്വന്തമായിട്ട് പേയാട് സ്വന്തമായിട്ട് സ്റ്റുഡിയോ ആണ്, അദ്ദേഹത്തിന്റെ തന്നെ സ്ഥലവും എഡിറ്റിംഗും എല്ലാം പുള്ളിയുടെ തന്നെ, എല്ലാം അവിടെ തന്നെ സംഭവം. ഓക്കെ. അപ്പൊ നിലവിൽ ഇപ്പം നിങ്ങൾ ഇതിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തു, വേറെ ഇപ്പൊ നിലവിൽ വേറെ എന്തെങ്കിലും അവസരങ്ങൾ വരുന്നു? ഇല്ല, ഒന്നും അറിഞ്ഞില്ല. എന്നെ ഒന്നാമത് നമ്മൾ ആരെങ്കിലും അങ്ങനെ വെലിങ്ങനെ അറിയില്ല. ഈ കാഴ്ചയിലൊന്നും നമ്മളെ മനസ്സിലാവൂല ആർക്കും ഒന്നും. പുറത്തിറങ്ങിയാൽ പോലും നമ്മളെ ആരും തിരിച്ചറിയുന്നതൊന്നുമില്ല. പിന്നെ അങ്ങനെ ഒരു നമുക്ക് ഔട്ടില്ലല്ലോ, നമ്മളെ ശരിക്കും നമ്മളെ ഇന്നാളാണെന്നല്ല അറിയില്ല. നമ്മളെ പേര് പോലും ഇതിൻ്റെ അകത്തില്ലല്ലോ. നമ്മളെ പേര് പോലും അതിൻ്റെ ഇതിൽ പറയുന്നില്ല. നമ്മൾ ആരാണെന്ന് പോലും ഇങ്ങനെ അറിയില്ല. പിന്നെ നമ്മളിങ്ങനെ അത്യാവശ്യം മീഡിയ എല്ലാവരും ഇങ്ങനെ കാണുന്നതുകൊണ്ട് അറിയുന്നു. ഈ ഹാജിയാരുടെ വേഷം എത്ര വർഷമാണ് ചെയ്തത് തുടർച്ചയായിട്ട്? ഹാജിയാർ 14-15 വർഷത്തോളം ചെയ്തു. സാഹിബായിട്ട് 5 വർഷം. ഹാജിയാരുടെ വേഷം താടിയൊക്കെ വെച്ച് താടി സ്വന്തം താടി മൊട്ടയടിച്ച് എല്ലാ സ്ഥിരം ഇത് തന്നെ സ്വന്തം താടിയും വെച്ചിട്ടാണ് നടക്കല്. മോള് പോലും അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത് തന്നെ. 15 വർഷം. ഇപ്പൊ 5 വർഷമായിട്ട് നമ്മൾ സാഹിബിന്റെ വേഷത്തിലേക്കാണ്. അപ്പോൾ നിലവില് ഈ ഇവിടുന്ന് കിട്ടണമെന്ന് പറയുന്ന ഈ ഒരു ഗ്രാറ്റുവിറ്റിയിലാണ് നമ്മുടെ പ്രതീക്ഷ. അത്ര തന്നെ ഉള്ളൂ. നമ്മൾ വേറെ ഈ ബാധ്യത തന്നെയാണ്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂല. ഇതൊന്നും വിട്ടിട്ട് പോവാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഹൃദയഭേദകമാണ്. അതെനിക്ക് ഒരു വല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കും. ഈ സെയിം ഇപ്പം നിങ്ങളെ പോലെ മറ്റ് ആൾക്കാർ ഇതുപോലെ പരാതി കൊടുത്തിട്ടുണ്ടോ? വേറെ ആരും കൊടുത്തിട്ടില്ല, അറിയില്ല. കൊടുക്കും. സമരം ചെയ്ത ഒരു ആർട്ടിസ്റ്റ് ആണ് ഇതിന്റെ തുടക്കം. അതിനുശേഷമാണ് ഇത് നിർത്തുന്നത്. നിർത്തി കഴിയുമ്പോൾ പരാതി കൊടുക്കാൻ പോയത് നിങ്ങൾ മാത്രമേ ഉള്ളൂ? അല്ല, എനിക്ക് വന്ന് ലാസ്റ്റിൽ ഞാൻ ഇവിടെ തന്നെ ആയിപ്പോയില്ലേ. എനിക്ക് അദ്ദേഹത്തിന് വീട് എറണാകുളമാണ്, അദ്ദേഹം അങ്ങോട്ട് പോയി. ഞാൻ ഇവിടെ തന്നെ ആയിപ്പോയില്ലേ. എനിക്ക് വേറെ മാർഗമില്ലല്ലോ. നിങ്ങളെ അറിയിക്കാതാണോ ഇത് നിർത്തിയത്? എന്നെ അറിയിച്ചിട്ടില്ല. അറിയിക്കണ്ടേ നിർത്തി. അപ്പൊ ഈ മാർച്ച് 14 അപ്പൊ അടുത്ത ദിവസം നിങ്ങൾ ചെല്ലുമ്പോ അവിടെ ഷൂട്ടില്ല? അല്ല, അവിടെ അങ്ങനെയല്ല. നമ്മളെ രാത്രിയാ വിളിക്കുക. രാത്രി 9:30 വിളിക്കുക. 9:30 വിളിച്ചാൽ നമുക്ക് നാളെ എവിടെയൊന്നും അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് സംഭവമില്ലല്ലോ. രാത്രി 9:30 വിളിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ 1:30 പോകണ്ട്. പിന്നെ അത് തൽക്കാലം ആ ഒരു ഇതിൽ 2 ദിവസം നിർത്തിയോണ്ട് ഞാൻ വിചാരിച്ച് അതിന്റെ ഒരു ടെൻഷനും സംഭവം എല്ലാം ഉണ്ടാവുന്നല്ലോ വെച്ചിട്ട്. അതിനുശേഷം ഇദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല. ഫോൺ എടുക്കുന്നില്ല. ഫോൺ ആകെ ലാൻഡ് ഫോണേ ഉള്ളൂ. ആ ലാൻഡ് ഫോൺ, മൊബൈൽ ഫോൺ ഇല്ല. ഇല്ലാന്നാണ് പറഞ്ഞത്, എനിക്കറിയില്ല. അപ്പൊ ഈ ഓഫീസിലെ ലാൻഡ് ഫോണേ ഉള്ളൂ? ഓഫീസിലെ ലാൻഡ് ഫോണേ ഉള്ളൂ. സ്റ്റുഡിയോ എന്ന് പറയുന്നത് അങ്ങനെ. അതിവിടെ കുഴിക്കുന്നതായിരുന്നു വീട്. ഞാൻ അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ഇല്ല. അവിടുന്ന് സംഭവം മാറി. ഇനി വേറെ എവിടെയാന്നുള്ളത് എനിക്ക് അന്വേഷിച്ചിട്ട് കിട്ടി. ഇത് നിർത്തിയെന്ന് എങ്ങനെ നമ്മൾ അറിയുന്നത്? ശരിക്കും
നിർത്തിയെന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ടീമിനോട് ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു നിർത്താനാ ഇപ്പം പെട്ടെന്ന് തുടങ്ങാൻ സാധ്യയില്ല എന്നാണ് പറഞ്ഞതെന്നാണ് ഓരോരാളും പറയുന്നത്. പിന്നെ ഇനി അങ്ങനെ കഴിയുന്നില്ല അങ്ങനെ പറഞ്ഞു, എന്തെല്ലോ ആരോടല്ലോ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്താത്രേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നിർത്തിയെന്ന് പറഞ്ഞാൽ ഈ 1.5 മാസമായില്ലേ. 1.5 മാസമായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടുത്ത മാസത്തേക്ക് എൻ്റെ ഇതില്ലല്ലോ, ലൈഫില്ലല്ലോ. എനിക്ക് അടവിൻ്റെ പ്രശ്നമുണ്ട്, ഒരുപാട് പൈസ അടക്കാനുണ്ട്, പിന്നെ നമ്മളെ ജീവിതം മുന്നോട്ട് പോകണം, വൈഫിന് ജോലിയില്ല. ആകെ ഇപ്പം എങ്ങനെയാ പറയാണ്ട് അങ്ങനെ. ഇതിപ്പോൾ ഈ ഒരുപാട് പേര് ഈ സമാന അനുഭവങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു അനിൽ ബാനർജി ഇങ്ങനെ പലരെയും പറ്റിച്ചിട്ടുണ്ട്, എഴുത്തുകളൊക്കെ കണ്ടു. അപ്പൊ ഈ വരുത്തുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുടുംബത്തോടെയാണ് മിക്ക ആൾക്കാരെയും വരുത്തി, എല്ലാവരും അങ്ങനെ തന്നെ നിർബന്ധപൂർവ്വം വിളിച്ചു വരുന്നതാണ്. കാരണം ഒന്ന് നമ്മുടെ സ്ലാങ് മാറാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞിട്ട്. അങ്ങനെ എൻ്റെ മോൻ ഇവിടെ 1ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ്. എൻ്റെ മോള് ജനിച്ചത് ഇവിടെയാണ്, ഗൗരീശവട്ട ഹോസ്പിറ്റലിലാണ് മോള് ജനിച്ചത്. അവിടെ വളർന്ന് വന്നതെല്ലാം തിരുവനന്തപുരത്താണ്. അത്രയും ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെയല്ലോ സംഗതി ഒപ്പിച്ച് മുന്നോട്ട് പോയി. അപ്പോൾ ഇനി ഇത് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ. ഇനി ഉണ്ടാവാൻ അറിയില്ല, ഇനി അതിനെപ്പറ്റി എനിക്കറിയില്ല. എന്നെ മാന്യമായിട്ടൊന്ന് പറഞ്ഞു സെറ്റിൽ ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. മാന്യമായിട്ടും അത് നിയമപരമായിട്ടും എല്ലാം സെറ്റിൽ ചെയ്യണം. വേറെ ഒന്നുമില്ല, എനിക്ക് ഇതില്ല. ഈ സമൂഹത്തിലെയും ഭരണരംഗത്തെ അഴിമതികളെ ആക്ഷേപഹാസ്യമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഒരു മഹത്തായ സന്ദേശം നൽകുന്ന ഒരു പരിപാടിയായിരുന്നു മുൻഷി. അതിലെ ഒരു കലാകാരന് തന്നെ ഒരു വലിയ ദുർഗതിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. മുൻഷിയിലെ ഹാജിയാരായിട്ടും സാഹിബായിട്ടും ഒക്കെ അഭിനയിച്ച രാജേന്ദ്രന് അദ്ദേഹത്തിന് നീതി കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.